നിന്നെ ഞാൻ അന്നേ എൻ്റെ ഉള്ളാകെ തുന്നിയതല്ലേ പിന്നെ അതെങ്ങനെ ഒരാൾ ഇവിടെ ക്ലാസ് ടൈമിൽ മേലേക്ക് നോക്കിയിരുന്നപ്പോ ആരെ പറ്റിട്ട് ആലോചിക്കുന്ന ചോദിച്ചപ്പോ കേട്ട മറുപടിയാണ്. ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ കേട്ടോ. നീ എന്താ പറഞ്ഞു ഞാൻ ചോദിച്ചപ്പോ? മാഡം ഒരു മെന്റലിസ്റ്റ് അല്ല, മാഡത്തിനെ കണ്ടുപിടിച്ചൂടെ? യെസ്, എനിക്ക് ഇത് തന്നെ വേണം. ആരെ പറ്റിട്ട് ആലോചിക്കുന്നത് ജസ്റ്റ് ചോദിച്ചാണ്. അപ്പൊ മാഡം ഒരു മെന്റലിസ്റ്റ് അല്ലെ, മാഡത്തിന് കണ്ടുപിടിച്ചൂടെ? പറഞ്ഞ സ്ഥിതിക്ക് ആ വെല്ലുവിളി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ജസ്റ്റ് ഒന്ന് ട്രൈ നോക്കാം. ട്രൈ. നീ അവിടെ വിചാരിച്ച ആളുണ്ടല്ലോ, ആ ആളെ തന്നെ ഒന്ന് മനസ്സിൽ കൊണ്ടുപോവാ. വീണ്ടും അയാളെ പറ്റി ചിന്തിക്കുക. ഫേസ് ആണ് ആലോചിക്കേണ്ടത്? ഫേസ് അല്ല, പേര്. അയാളുടെ പേരൊന്ന് മനസ്സിൽ ഇമാജിൻ ചെയ്തോ? ഓക്കെ, അവിടെ ഇരുന്നത് അതേ എക്സ്പ്രഷൻ തന്നെ ഇട്ടോ, കുഴപ്പമില്ല. ഓക്കെ, അയാളുടെ പേരിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട് പറയണ്ട, എത്ര ലെറ്റേഴ്സ് ഉണ്ടെന്ന് ഇമാജിൻ ചെയ്യാവോ? ഓക്കെ, ഐ തിങ്ക് 6 ആണോ? 6 ലെറ്റേഴ്സ് ആണോ? പേരിൽ എവിടെയെങ്കിലും എ ഉണ്ടോ? ഉണ്ടല്ലേ? അയാളുടെ പേര് ഇവിടെ ഒരു സ്ക്രീൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ ഒന്ന് തെളിഞ്ഞു വരുന്ന പോലെ ഒന്ന് ഇമാജിൻ ചെയ്യാം. ഓക്കെ, ആക്ച്വലി അനുരാഗിനെ പറ്റി എന്താ ചിന്തിച്ചോണ്ടിരുന്നത്? എന്താണ്? അനുരാഗാണോ? ആണോ? അതെങ്ങനെ? നീയല്ല എന്റെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞത്? നീയല്ല എന്റെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞേ? ഞാൻ കണ്ടുപിടിച്ചു, അത്രേ ഉള്ളൂ. ഇനി അവിടെ നിന്ന് ആലോചിക്കുമ്പോ എന്നെ പറ്റി ആലോചിക്കാൻ പറ്റും. അനുരാഗ് ആരാ? ബോയ് ഫ്രണ്ടാ? ആണോ? അല്ല, മനസ്സിലായി. ഓക്കെ, ചെന്നിരിക്കും. അല്ല, എന്നാലും അതെങ്ങനെ കണ്ടുപിടിച്ചു? പോയിരിക്കും, നമുക്ക് ക്ലാസ് ബാക്കി നോക്കാം.